Corrosion's law, Faraday's laws of electricity, the variation of molar conductance with dilution, fuel cells are the important topic of electrochemistry. Plus 2 chemistry ടോപ്പിക്കിലെ പുതിയൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ. നേരത്തെ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഉൾപ്പെടെ നോൺ ഫോക്കസ് ഏരിയ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും ഈ ക്ലാസ് മുഴുവനായി കാണുക. റിവിഷൻ ടോപ്പിക്കാണ്. ക്ലാസ് കണ്ടതിന് ശേഷം അതിന് വിഷമുള്ള ഒന്നുകൂടി നോക്കേണ്ട ടോപ്പിക് NCERT ടെക്സ്റ്റ് ബുക്കോ നിങ്ങളുടെ നോട്ട് ബുക്കോ നോക്കിയിട്ട് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലാണ് ചാപ്റ്റർ മുഴുവനായിട്ടും ക്ലാസ് കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എക്സാമിനേഷന് ഇതിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുമ്പോൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ചാണ്. മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE. അതിന്റെ കൂടെ തന്നെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അതിനുശേഷം വരുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ദെൻ Nernst equation, important topic, Nernst equation, then Faraday's laws of electrolysis and quantitative aspect of electrolysis. Electrolysis-ന്റെ quantitative aspect എന്തൊക്കെയാണ്? Then molar conductance and equivalent conductance, lambda m and lambda eq. Then the variation of molar conductance with concentration or dilution. Then Corrosion's law. Then commercial cells, batteries, primary cell, secondary cell, and also fuel cell. The last topic is about corrosion. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഉള്ളതെങ്കിലും ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? Nernst equation, variation of molar conductance with concentration and secondary cell, then also fuel cell. ഇത്രയും ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. അപ്പൊ നോൺ ഫോക്കസ് ഏരിയ കൂടി പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോ എല്ലാ ടോപ്പിക്കും നമ്മൾ 1 by 1 ആയിട്ട് ഒരു ക്വിക്ക് റിവിഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോകെമിക്കൽ സെൽ? ദ സെൽ ഇൻ വിച്ച് ദി കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. അതിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഡാനിയൽ സെൽ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് 2 ബീക്കർ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 1 മോളാർ കോപ്പർ സൾഫേറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി റൈറ്റ് സൈഡ്. അതിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് zinc rod is immersed into it and copper sulfate ന്റെ സൊല്യൂഷനിലേക്ക് ഒരു കോപ്പർ റോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വോൾട്ട്മീറ്റർ ഉണ്ട് to find the EMF of a cell and the two solutions are connected by a U-shaped tube called salt bridge എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ salt bridge നിങ്ങൾക്കറിയാം, അവിടെ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളത് salt bridge എന്താണ്, അതിന്റെ application എന്താണ്? To connect the two half cell, 2 ഹാഫ് സെല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു and to maintain the electrical neutrality between the cell. സെല്ലിനിടക്കുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. എക്സാമ്പിൾ ആയിട്ട് KCl or NH4Cl. It is a U-shaped tube filled with a jelly-like substance. KCl NaCl is mixed with a jelly-like substance. agar പോലെയുള്ള jelly-like substance ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇതിനകത്ത് എടുക്കുക. ദെൻ ഇവിടെ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ലെഫ്റ്റ് സൈഡിൽ സിങ്ക് റോഡാണ്. ഇത് ഈസ് ഹാവിംഗ് എ നെഗറ്റീവ് ചാർജ് കോൾഡ് ആനോഡ് ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് കാത്തോഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മിക്കാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. ലോൺ എന്ന് ആലോചിച്ചാൽ മതി. LOAN. എന്താ ലോൺ? ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡില് ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡില് ആനോഡ് ഓക്സിഡേഷൻ ആൻഡ് N നെഗറ്റീവ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേത് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഇനിയും ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ഇവിടെ ഉണ്ടാവുന്ന EMF 1.1 വോൾട്ട് ആണ്. മറ്റൊരു പോയിന്റ് ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ആർ ഫ്ലോസ് ഫ്രം ആനോഡ് ടു കാത്തോഡ് ആൻഡ് കറന്റ് ഫ്ലോസ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. ആ ഒരു പോയിന്റും കൂടി അവിടെ ഓർമ്മിച്ച് വെക്കണം.
ഇനി നോക്ക്, വാട്ട് ആർ ദ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് അറ്റ് ദി ആനോഡ്. ആനോഡിൽ നടക്കുന്നത് Zn gives Zn2 plus 2 ഇലക്ട്രോൺ ആണ്. കാത്തോഡിലാണെങ്കിൽ Cu2 plus 2 ഇലക്ട്രോൺ gives Cu. ഇതാണ് അവിടെ നടക്കുന്ന കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ദ ഓവറോൾ ഇക്വേഷൻ ഈസ് Zn plus Cu2 plus gives Zn2 plus Cu. ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സെൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ റെപ്രസെന്റ് ദ ഡാനിയൽ സെൽ വരുന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെല്ല് തന്നിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ പല കുട്ടികളും അത് മിസ്ലീഡ് ചെയ്യാറുണ്ട്. അതിന് ഡയഗ്രാം അല്ല വരക്കേണ്ടത്. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാം വരക്കുക അല്ല വേണ്ടത്, സെല്ല് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ആനോഡില് എന്തായി മാറുന്നു, അവിടെ നടക്കുന്ന ചേഞ്ച് എന്താണ്, കാത്തോഡില് എന്തായി മാറുന്നു നോക്കുക. ലെഫ്റ്റ് സൈഡ് Zn bar Zn2 plus Zn2 plus ആവുന്നു. ശ്രദ്ധിക്കണം, Zn2 plus എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി അവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ 1 മോളാർ ആണ്, അപ്പൊ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി ബ്രാക്കറ്റിൽ എഴുതണം. ഇനി ഡബിൾ ബാർ ഇൻഡിക്കേറ്റ് ദ സോൾട്ട് ബ്രിഡ്ജ്. ഡബിൾ ബാർ സോൾട്ട് ബ്രിഡ്ജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി റൈറ്റ് സൈഡില് കാത്തോഡിൽ എന്തായി മാറുന്നു, ദാറ്റ് ഈസ് Cu2 plus bar Cu. അവിടെ Cu2 plus അയോൺസ് എഴുതുന്നിടത്ത് അതിന്റെ കോൺസെൻട്രേഷനും കൂടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കണം. ഇനിയുടെ ശ്രദ്ധിക്ക്, ഇപ്പൊ നമ്മൾ ഈ 2Ag plus ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ Zn plus 2Ag plus gives Zn2 plus 2Ag ഒക്കെ വരുന്ന കേസിൽ നിങ്ങൾ 2Ag plus ഇവിടെ എഴുതരുത്. അവിടെ ഒന്നിൻ്റെത് മാത്രം എഴുതാൻ പാടുള്ളൂ. Ag plus bar Ag എന്ന് എഴുതാൻ പാടുള്ളൂ. അതിന്റെ കോൺസെൻട്രേഷൻ കൂടി റെപ്രസെന്റ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ എഴുതേണ്ടതില്ല. അവിടെ നമ്മൾ എന്തായി മാറുന്നു, ഏത് അയോൺ അല്ലെങ്കിൽ ഏത് ആനോഡിൽ ഏത് കോമ്പൗണ്ട് അയോണായി മാറുന്നു, കാഥോഡിൽ അയോൺ എന്തായി മാറുന്നു, അപ്പൊ എന്നുള്ള രൂപത്തിലേക്ക് മാത്രമാണ് അത് നോക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുമായിട്ട് ബന്ധപ്പെടുന്ന നോൺ ഫോക്കസ് ഏരിയയിലുള്ള ഒരു ചോദ്യം. ഇനി ഇത് നമ്മൾ ഒരു സെല്ലിന്റെ EMF അറിയില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ, സ്റ്റാൻഡേർഡ് ആയിട്ട് റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇറ്റ് കൻ ആക്ട് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ്. എന്തുകൊണ്ടാണ് ഇതിനെ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്? അതായത് അതിന്റെ EMF നമുക്കൊരു നോൺ വാല്യൂ ആണ്, നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ആണ് അതിന്റെ EMF എന്ന് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ബീക്കർ, അതിൽ 1 മോളാർ HCl ഉണ്ട്. അതിലേക്ക് ഒരു ചേംബർ പോലെയുള്ള ഒരു അപ്പാരറ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂടിയാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക 180 atm പ്രഷറിൽ. ദെൻ platinum wire is connected with a platinum loop. platinum ഒരു പ്ലേറ്റ് ഇവിടെ അടിയിലുണ്ടാവും. ഇതാണ് SHE-യുടെ ഡയഗ്രാം. ഇനി SHE-യുടെ പ്രത്യേകത എന്താ? അതിന്റെ EMF നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ഹാവിംഗ് an EMF of 0 volt. അതിന്റെ വോൾട്ടേജ് 0 വോൾട്ട് ആണ് ഇതിന്റെ EMF എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇറ്റ് can act as SHE can act as both anode and cathode. അപ്പൊ ഇവിടെ ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ H2 gives 2H plus 2 ഇലക്ട്രോൺ. സെൽ റെപ്രസെന്റേഷൻ PT, H2 bar H plus. ഈ H2 ഒരു ഗ്യാസ് ആയതുകൊണ്ട് അതിനെ കണക്ട് ചെയ്യുന്ന വയർ പ്ലാറ്റിനം ആണ്. അപ്പൊ അതിന്റെ കൂടെ അത് എഴുതും. ദെൻ കാത്തോഡ് ആണെങ്കിൽ 2H plus 2 electron gives H2. Then H plus bar H2. ഞാൻ പറഞ്ഞത് ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ എഴുതണമെന്നില്ല. H plus bar H2, PT. ഇതാണ് SHE ആയിട്ട് ബന്ധപ്പെടുന്ന പോയിന്റ്. Next topic is 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Electrochemical series, the arrangement of the elements in the increasing order of reduction potential. Reduction potential increasing order arrange ചെയ്യുക. Then അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച്. അതിന്റെ മിഡിൽ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. ദാറ്റ് ഈസ് അതിന്റെ EMF 0 ആണ്. അതിന് മുകളിലുള്ളതൊക്കെ നെഗറ്റീവ് ആയിരിക്കും, താഴെയുള്ളതൊക്കെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ കുത്തനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി നോക്കേണ്ടത് വാട്ട് ആർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. നമുക്ക് റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന ആനോഡും കാഥോഡും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിയാക്ടിവിറ്റി മെഷർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസും കൂടി അവിടെ നിങ്ങൾ നോക്കി വെക്കണം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ ദി എക്സാമിനേഷൻ, ഫോക്കസ് ഏരിയയിൽ കൂടിയുള്ള ടോപ്പിക് ആണ് നെർൻസ്റ്റ് ഇക്വേഷൻ. അതായത് ഒരു സെല്ലിന്റെ EMF എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. E0 സെൽ ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് എന്നാണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാത്തോഡിന്റെ EMF-ൽ നിന്ന് ആനോഡിന്റെ EMF കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിന്റെ EMF കിട്ടണമെങ്കിൽ ആ രണ്ട് ഹാഫ് സെല്ലിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ 2 1 മോളാർ എടുത്തിന്, രണ്ടും 2 മോളാർ 2.1 മോളാർ ആണെങ്കിലും അവിടെ E0 സെല്ല്
ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് വെച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നാൽ നമുക്ക് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും EMFും തമ്മിലുള്ള റിലേഷനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ EMF ഓഫ് എ സെൽ ആൻഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. നോക്കുക, that is the consider a reaction AA plus BB gives CC plus DD ആണ്. അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് E cell equal to E0 cell minus 0.0591 by N. N is the number of electrons involved into log C raised to C into D raised to D divided by A raised to A into B raised to B. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കാനുള്ള ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ മൈനസ് സിമ്പിൾ എഴുതുന്നെങ്കിൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്ന് ആലോചിച്ചാൽ മതി. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കാനും മറക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് എഴുതുന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് വരും. നമുക്കറിയാം ലോഗ് എ ബൈ ബി ഈക്വൽ ടു മൈനസ് ലോഗ് ബി ബൈ എ ആണ്. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ ലോഗ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി ഡിവൈഡഡ് ബൈ സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. ഇതിന്റെ റെസിപ്രോക്കൽ വരും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നേൺസ്റ്റ് ഇക്വേഷൻ ഓർമ്മിക്കണം. നമുക്ക് മൈനസ് വെച്ച് പറയാം. ദാറ്റ് ഈസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്ന് ആലോചിച്ചാൽ മതി. ലോഗ് കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ്. ബാക്കി നമ്മൾ ഇക്വിലിബ്രിയത്തിൽ കേട്ടതാണ്. നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് ഒക്കെ പവർ ആയിട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ഇനി നമ്മൾ ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഇതാണ് ഇതേപോലെ. അപ്പൊ അവിടെ നമുക്ക് അറിയാം ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. Zn plus Cu2 plus gives Zn2 plus plus Cu ആണ്. അപ്പൊ അവിടെ E cell equal to E0 cell minus 0.0591 by 2. അവിടെ 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നത് ഇൻറ്റു ലോഗ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ആണ്. പ്രൊഡക്റ്റ് അയോൺ Zn2 plus ആണ്. Cu ന്റെ കോൺസെൻട്രേഷൻ 1 ആയിരിക്കും. അപ്പോൾ Zn2 plus by Cu2 plus എന്ന് നമ്മൾ മൈനസ് സൈൻ ആണെങ്കിൽ വരും. എന്നോട് പ്ലസ് ആണെങ്കിൽ Cu2 plus by Zn2 plus എന്നും വരും. ഇത് നമ്മൾ ഓർമ്മിക്കുക, ഈ റിയാക്ഷൻ ഒരു ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ AA plus BB gives, റിവേഴ്സിബിൾ ആണെങ്കിൽ CC plus DD ആണെങ്കിൽ അതിന്റെ E0 സെൽ വരുന്നത് 0.0591 by N log Kc ആയിരിക്കും. കാരണം ഇത് Kc യുടെ എക്സ്പ്രഷൻ ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ആണ്. സോ E0 സെൽ ഈക്വൽ ടു ഈ സെൽ 0 ആയിരിക്കും. സോ E0 സെൽ ഈക്വൽ ടു 0.0591 by N log Kc ആയിരിക്കും. മറ്റൊരു റിലേഷൻ E0 സെല്ലും ഫ്രീ എനർജി ചേഞ്ച് തമ്മിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NF E0 സെൽ. F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, 96,500 കുളംസ് ആണ്. ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ ആണ് 1 ഫാരഡേ. 1 mole ഇലക്ട്രോണിന്റെ ചാർജിനാണ് 96,500 കുളംസ് എന്ന് പറയുന്നത്. n നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. E0 സെല്ല് നമുക്ക് ഒന്നുകിൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്ന E0 സെല്ലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഡെൽറ്റ G0 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷനുമായിട്ട് വരും. അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളുടെ നോട്ടിൽ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. അപ്പോൾ എക്സാമിനേഷൻ ഫോക്കസ് ഏരിയയിൽ കൂടിയുള്ളതാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഏരിയ ആണ്, ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെടുന്ന ടോപ്പിക് ആണ്. ദാറ്റ് ഈസ്, എന്താ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യുന്നതിനെയാണ് ദ ഡീകമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം NaCl ലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, ഇഫ് ഇറ്റ് ഈസ് മോൾട്ടൺ NaCl ആണെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ Na+ഉം Cl- ഉം കിട്ടും. അപ്പോൾ സോഡിയവും ക്ലോറിൻ ഗ്യാസും ആണ് പിന്നെ ആനോഡിലെ ക്ലോറിനും കാഥോഡിലെ സോഡിയവും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടും. അതേപോലെ അക്വസ് NaCl ആണെങ്കിൽ സോഡിയത്തിന് പകരം അവിടെ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടും. ആനോഡിൽ ചേഞ്ച് ഇല്ല, ക്ലോറിൻ തന്നെയാണ് കിട്ടുക. ദെൻ സൊല്യൂഷനിൽ എന്ത് കിട്ടും? NaOHും സൊല്യൂഷനിൽ കിട്ടും. കാസ്റ്റനർ കെൽനർ സെൽ എന്നൊക്കെ നിങ്ങൾ മറ്റൊരു ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെടുന്ന സെല്ലിനെയാണ് ദ സെൽ ഇൻ വിച്ച് ഇലക്ട്രോളിസിസ് ടേക്സ് പ്ലേസ് called ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പൊ ഇലക്ട്രോളിറ്റിക് സെല്ലിന് നമുക്കറിയാം, ഇലക്ട്രോളിറ്റിക് സെൽ ഒരു ഒറ്റ ബീക്കറേ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ 2 ബീക്കർ കണ്ടതിന് പകരം 2 ഇലക്ട്രോഡും ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇലക്ട്രോലൈറ്റിൽ. അവിടെ ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. ബാറ്ററിയുടെ ഈ ബിഗർ ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, സ്മോളർ ലൈൻ ഇൻഡിക്കേറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ആണ്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ആണ്. മറ്റൊരു ഡിഫറൻസ് എന്താ ഈ ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോകെമിക്കൽ സെല്ലും തമ്മിലുള്ളത്? ഇവിടെ ആനോഡ് പോസിറ്റീവ്
പോസിറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞത്, ആനോഡ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ്. ഈ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാം. ഇനി ഈ ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. മൈക്കൽ ഫാരഡേ ആണ് ഇലക്ട്രോളിസിസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. അപ്പൊ ഇത് നോൺ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക് ആണ്, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ. എന്താ ഫാരഡേസ് ഫസ്റ്റ് ലോ? ഫാരഡേ പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് ഇവിടെ എത്ര കുളംസ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q എന്നുള്ള ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്താൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് W, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് W അല്ലെങ്കിൽ M എടുക്കാം, നമുക്ക് W എടുക്കാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. That is W proportional to Q. That is എത്ര Q കൊടുക്കുന്നോ അത്രയും W കിട്ടുന്നു. That is ഇവിടെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദാഹരണത്തിന് സോഡിയം അവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. NaCl ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ നമുക്കറിയാം. അപ്പൊ അവിടെ എത്ര ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു അത്രയും സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. Then Q equal to IT. Q equal to IT നമുക്കറിയാം. I is the intensity of current in ampere, T time in second. Then Q equal to IT, then W proportional IT, W equal to ZIT. Z is a constant called electrochemical equivalent. Electrochemical equivalent. Z കാണാൻ equation E by F ആണ്. E is the equivalent mass. F നേരത്തെ പറഞ്ഞു, Faraday's constant. And അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കണം. W equal to Z8 എത്ര ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും? Q തന്നിട്ടുണ്ടാവും, Z തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ Z നമുക്ക് E by F വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. രണ്ടാമത്തെയാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ പറയുന്നത്, ഫാരഡേ പറയുന്നത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ടു ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്. നോക്ക്, ഇവിടെ നമ്മൾ ഇപ്പൊ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് വരും. അപ്പൊ ഇവിടെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും കാഥോഡിൽ. ദെൻ ഇവിടെ നമ്മൾ സിൽവർ നൈട്രേറ്റ് എടുത്തിട്ട് വരും, AgNO3. അപ്പൊ അവിടെ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. രണ്ട് ഡിഫറെന്റ് ബീക്കർ, അവിടെ ഡിഫറെന്റ് സെല്ലാണ്. അതിലേക്കൂടി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി സെയിം ആണ്. രണ്ടിലും കൊടുക്കുന്നത് ഇപ്പം 100 കുളംസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ ഫാരഡേ പറയുന്നത് the ratio between the amount of substance deposited, W1 by W2, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പറിന്റെ എമൗണ്ട് ബൈ സിൽവറിന്റെ എമൗണ്ട് is equal to the ratio between their equivalent masses. Equivalent massന്, that is equivalent mass of copper divided by equivalent mass of silver. രണ്ടും 1 ആണ് ന്യൂമറേറ്ററിൽ, 2 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ W1 by W2 equal to E1 by E2. ഡെഫിനിഷൻ ഇതാണ്. When same quantity of electricity is passed through two different electrolytes, the amount of substance, the ratio between the amount of substance deposited or liberated is equal to the ratio between their equivalent masses. W1 by W2 equal to E1 by E2. ഇനി അതിന് തുടർച്ചയായിട്ട് ഫാരഡേ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ഇലക്ട്രോളിസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് പറയാനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. എളുപ്പത്തിൽ ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ ഓർമ്മിക്കാം. അതായത് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് കിട്ടുന്ന ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എനിക്ക് 1 മോൾ സബ്സ്റ്റൻസ് കിട്ടണം. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുത്താൽ സോഡിയം അല്ലേ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. എനിക്കവിടെ 1 മോൾ സോഡിയം കിട്ടണം. അപ്പൊ ഞാൻ എത്ര ഇലക്ട്രിസിറ്റി ഇവിടെ കൊടുക്കേണ്ടത്? അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഇത്രയേ ഉള്ളൂ. NF ഇലക്ട്രിസിറ്റി കൊടുക്കണം. അപ്പൊ 1 വേർഡ് ഷോർട്ട് കട്ടായിട്ട് ഇങ്ങനെ ആലോചിക്കാം. 1 മോൾ ഈക്വൽ ടു NF. 1 മോൾ കിട്ടണമെങ്കിൽ NF കൊടുക്കണം. നമുക്കറിയാം സോഡിയത്തിന് Na പ്ലസ് ആണ്. അപ്പൊ 1 ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എണ്ണമാണ് ഫാരഡേസ് കോൺ 96,500. 1 into 96,500. ഇനി അലൂമിനിയം 1 മോൾ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ നോക്കുക 3F ആണ്. അപ്പൊ 3 ആണ്, Al3 പ്ലസ് ആണ്. 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് 2F ആണ് അവിടെ വേണ്ടത്. അപ്പൊ ഏത് സബ്സ്റ്റൻസും 1 മോൾ. പിന്നെ 1 മോളുടെ മാസ് ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോഡിയം 23 ഗ്രാം ആണ്, അലുമിനിയം 27 ഗ്രാം ആണ്. അപ്പൊ 10 ഗ്രാം കിട്ടാൻ എത്ര ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ്. അതിനകത്ത് വരുവാൻ ക്വസ്റ്റൻസ് ടെക്സ്റ്റിലുണ്ട്, ചെയ്ത് നോക്കണം. ഇനി തിരിച്ചും ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് 1 മോൾ കിട്ടണമെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം, എത്ര ഇലക്ട്രിസിറ്റി കൊടുക്കണം എന്നാണ്. ഇനി തിരിച്ച് ഇത്ര പോലെ ഇലക്ട്രിസിറ്റി കൊടുത്താൽ എത്ര കിട്ടുന്ന അറിയേണ്ടത്. അതും ഇതേ മെത്തേഡ് തന്നെ. അപ്പൊ ഇക്വേഷൻ എടുക്കേണ്ടത് NF equal to 1 മോൾ ആണ്. NF equal to 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് 96,500 1 into 96,500 കൊടുത്താൽ 23 ഗ്രാം സോഡിയം കിട്ടും. 1 മോൾ സോഡിയം. എന്നാൽ 1000 കുളംസ് ആണ് ഞാൻ കൊടുക്കുന്നത്.
അപ്പോൾ എത്ര സോഡിയം കിട്ടുന്നു? ഇപ്പോൾ 1000 കൂളംസിന് കണക്കായിട്ട് നമ്മൾ ഈ റിലേഷൻ എടുക്കാം. NF = 1 മോൾ കിട്ടും. അപ്പോൾ നമുക്ക് 1 × 96,500 = 23 gram ആണ്. ദെൻ 1000 ബൈ 96,500 × 1000 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അതുപോലെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ടിന് ഷോർട്ട് കട്ടിൽ എളുപ്പത്തിൽ ഇത് ഓർമ്മിക്കാൻ വേണ്ടി കഴിയും. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ്. അതിൽ ആദ്യം വരുന്നത് ഓംസ് ലോ ആണ്. എന്താണ് ഓംസ് ലോ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് directly proportional to the intensity of current. That is V proportional to I, V equal to I into a constant R resistance, and the resistance of a cell is directly proportional to the length of the electrode. Length of the electrode എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോഡിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോഡ് ആണ്. And inversely proportional to its area of cross section, that is R proportional to 1 by A. Therefore ഇത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ R proportional to L by A, R equal to a rho into L by A. Rho is called resistivity, that is L by A is called cell constant എന്ന് പറയും. L by A, L സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. So L by A യുടെ യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് or മീറ്റർ ഇൻവേഴ്സ്. Then next point is conductance എന്താണെന്നുള്ളതാണ്. The reciprocal of resistance is called conductance 1 by R, that is mho അല്ലെങ്കിൽ ohm inverse. Ohm എന്നാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, ohm inverse അല്ലെങ്കിൽ Siemens എന്നൊക്കെ പറയാം. Then the reciprocal of resistivity, റോയുടെ reciprocal ആണെങ്കിൽ it is called conductivity. It is represented by the Greek letter kappa എന്നാണ് സിമ്പൽ. K എന്നാണ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ K പോലെയാണ്. That is kappa, that is 1 by rho. Then K യുടെ mathematical formula ഇതാണ്. K equal to, very important, K equal to 1 by R into L by A. That is K equal to 1 by rho ആണ്. Rho യുടെ reciprocal ആണ്. So 1 by R into cell constant L by A. ഇനി ഈ കണ്ടക്ടൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, മോളാർ കണ്ടക്ടൻസ് ആൻഡ് ഇക്വിവലന്റ് കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole of the electrolyte. Conductance of a solution containing 1 mole of the electrolyte and the two electrodes are separated by a distance of 1 centimeter. 1 centimeter അപ്പാർട്ടിൽ നമ്മുടെ രണ്ട് ഇലക്ട്രോഡ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എടുത്തിട്ടുള്ള സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 molar ആണെങ്കിൽ such a solution is called molar. അതിന്റെ കണ്ടക്ടൻസിനെയാണ് മോളാർ കണ്ടക്ടൻസ് എന്ന് പറയാം. ഇക്വേഷൻ ഇതാണ്, lambda m equal to 1000 K by M. വെരി ഇമ്പോർട്ടൻറ്റ്. K എന്ന് പറഞ്ഞാൽ 1 by R into L by M, മൊളാരിറ്റി. അപ്പൊ പ്രോബ്ലം ചോദിക്കുന്നതാണ്. അപ്പൊ ലാംഡ എം കാണേണ്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1000 K തന്നിട്ടുണ്ടാവില്ല. K ഇവിടെ കാണണം 1 by R into L by A, എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് മൊളാരിറ്റി തന്നിട്ടുണ്ടാവും. ഇനി ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 gram ഇക്വലന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 gram ഇക്വലന്റ് ഓഫ് ദ സൊല്യൂഷൻ വെൻ ദ ടു ഇലക്ട്രോഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 1 centimeter ആണെങ്കിൽ അതിനാണ് ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1000 K by N. മൊളാരിറ്റിക്ക് പകരം നോർമാലിറ്റി. ദെൻ ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് ആണ്, ലാംഡ എമ്മിന്റെ യൂണിറ്റ് ആണ് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. Then lambda equivalent in the unit ohm inverse centimeter square gram equivalent raised to -1. ഇനി ഈ മോളാർ കണ്ടക്ടൻസ് ഡൈലൂഷനുമായിട്ട് എങ്ങനെയാണ് വേരിയേഷൻ? ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ ബൈ ആഡിങ് വാട്ടർ. ആ കണ്ടക്ടിവിറ്റി സെല്ലിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു, അപ്പൊ ഡൈലൂഷൻ നടക്കുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ലാംഡ എമ്മിന് എന്ത് മാറ്റമാണ് വരുന്നത്? അത് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. കോൺസെൻട്രേഷൻ മൊളാരിറ്റി ആണ്. മൊളാരിറ്റി കുറയുമ്പോൾ ഇത് ന്യൂമറേറ്ററിലല്ലേ, ലാംഡ എം കൂടും. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുമ്പോ ഒറ്റ വേർഡിൽ ആദ്യ കൺസെപ്റ്റ് അതാണ്. Then when dilution increases, dilution കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക എന്നാണ് അർത്ഥം. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ലാംഡ എം കൂടും. ബിക്കോസ് ഇത് നോക്കുക, റിലേഷൻ നോക്കുക, ലാംഡ എം ഇക്വൽ ടു 1000 K by M ആണ്. ഡിനോമിനേറ്ററിലാണ് മൊളാരിറ്റി, കോൺസെൻട്രേഷൻ ഉള്ളത്. When concentration decreases or dilution increases, molar conductance also increases. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയുമാണ്. അതായത് ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കും കൂടിയാണ്, ഓർമ്മിക്കണം. ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഓർ ഡൈലൂഷൻ. ഈ രണ്ട് ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതിനു മുന്നേ നമ്മുടെ ഒരു ഇക്വേഷൻ പറയാണ്. ഇറ്റ് ഈസ് കോൾഡ് ഡി ബൈ ഹക്ക്
Huckel-Onsager equation. Debye-Huckel-Onsager equation ആണ് lambda m c equal to lambda m infinity minus b root c. Lambda m infinity c എന്ന് പറഞ്ഞാൽ molar conductance at a particular concentration ആണ്. Then lambda m infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ molar conductance at a infinite dilution. Infinite dilution എന്ന് പറഞ്ഞാൽ dilution maximum. സോ അത് നമുക്ക് എങ്ങനെ കൂടി പറയാം, സീറോ കോൺസെൻട്രേഷൻ എന്ന് പറയാം. അപ്പൊ ലാംഡ എം ഇൻഫിനിറ്റി ഈക്വൽ ടു മറ്റൊരു സിമ്പൽ ആണ് ലാംഡ എം സീറോ. അപ്പൊ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാംഡ എം ഇൻഫിനിറ്റി, ലാംഡ എം സീറോ. അപ്പൊ ലാംഡ എം സീറോ എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. മൈനസ് ബി ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് സി ഇസ് ദ കോൺസെൻട്രേഷൻ. ഈ രണ്ട് ഗ്രാഫ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഓർ ഡൈലൂഷൻ ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ശ്രദ്ധിക്കുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഞാൻ എടുത്തത് KCl ആണ്. അപ്പൊ KClന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നോക്കുക. ഇനി ഇവിടെ ദിസ് ഇക്വേഷൻ ലാംഡ എം സി ഈക്വൽ ടു ലാംഡ എം ഇൻഫിനിറ്റി മൈനസ് ബി റൂട്ട് സി എന്ന് പറയുന്ന ഈ Debye-Huckel-Onsager equation is in the form of y equal to mx plus c. അപ്പോൾ y ആക്സിസിൽ ലാംഡ എം സിയും x ആക്സിസിൽ റൂട്ട് സിയും എടുത്താൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുവാണ്. അപ്പൊ ഡൈലൂഷൻ കൂടുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഗ്രാഫ് കൺസിഡർ ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ കുറയുന്നു, അപ്പൊ ലാംഡ എം കൂടുന്നു. ഇത്രയും വരെ മാത്രമാണ് നമുക്ക് ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഗ്രാഫ് നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്നു, നീട്ടി വരക്കുന്നു. ഇങ്ങനെ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുട്ടുന്നു, ഇവിടെ മുട്ടിയാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ സീറോ ആയി. അപ്പോഴുള്ള ലാംഡ എം ആണ് ലാംഡ എം സീറോ അല്ലെങ്കിൽ ലാംഡ എം ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് ഈ വെൻ ഡൈലൂഷൻ ഇൻക്രീസസ് concentration decreases and lambda m increases. ഇതാണ് എഴുതേണ്ട പോയിന്റ്. When dilution increases, concentration decreases, lambda m increases. This is because the ionic mobility increases. ഈ ions speed mobility കൂടുന്നു strong electrolyte കേസിൽ എന്നാണ്. But in the case of acetic acid is a weak electrolyte. അതൊരു weak electrolyte ആണ്. ഇവിടെയും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. When dilution increases, concentration decreases, lambda m increases, but it cannot reach a limiting value. ഈ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് അത് ഈ y ആക്സിന് മുട്ടൂല. എത്ര എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഞാൻ നേരെയാണ് ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഇവിടെ y ആക്സിൽ അത് മുട്ടൂല. അപ്പോൾ നമുക്ക് ലാംഡ m ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലാംഡ m സീറോ നമുക്ക് ഈ ഗ്രാഫ് നിന്ന് കിട്ടൂല എന്നുള്ളതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൽ ഓർമ്മിക്കേണ്ടത്. ഇവിടെ this is because എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, റീസൺ കൊടുക്കണം. this is because when dilution increases number of ions increases. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യലി ഡിസോസിയേറ്റഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് അവിടെ കൂടി കൂടി വരുന്നു. അപ്പൊ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും തന്നെ 100% ഡിസോസിയേഷൻ നടക്കൂല. വീക്ക് ഇലക്ട്രോലൈറ്റിൽ എത്ര ഡൈലൂട്ട് ചെയ്താലും നടക്കൂല. അതുകൊണ്ട് ഇറ്റ് cannot reach a limiting value എന്നാണ് അവിടെ ഓർമ്മിക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കൂടി ലാംഡ എം ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലാംഡ എം സീറോ കണ്ടുപിടിക്കാനുള്ള ലോ ആണ് കോളറാഷസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, കോളറാഷസ് ലോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ ദി എക്സാമിനേഷൻ. കോളറാഷസ് ലോ പറയുന്ന ഇതാണ്. അതായത് ഒരു സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ലാംഡ എം ഇൻഫിനിറ്റി ലാംഡ എം സീറോ എന്ന് എഴുതാം is equal to v plus into lambda plus infinity. Small letter lambda ആണ്, ഇത് capital lambda ആണ്. lambda plus infinity plus v minus into lambda minus infinity. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു കോമ്പൗണ്ടിലുള്ള അയോൺസിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും എന്നതാണ് പറയുന്നത്. ഹെസസ് ലോ ഒക്കെ പോലെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച ഹെസസ് ലോ ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 എന്ന് പറഞ്ഞതുപോലെ ഒരു സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ is equal to the sum of molar conductance at infinite dilution of each ions in the solution. അതായത് അതിലുള്ള അയോൺസിന്റെ ടോട്ടൽ നമ്പർ എടുക്കണം. അതായത് v plus into v minus are the number of ions. എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും. NaCl ആണെങ്കിൽ ഒരു Na പ്ലസും ഒരു Cl മൈനസും ആണ്. സോ 1 into അതാണ് v plus lambda plus infinity of Na plus plus 1 into ഒരു Cl മൈനസ് ആണ്. lambda minus infinity of Cl മൈനസ്. എന്നാൽ MgCl2 ആണെങ്കിലോ Mg2 plus ആണ്, അത് ഒന്നേ ഉള്ളൂ. സോ 1 into lambda plus infinity of Mg2 plus plus
2 into 2 Cl minus ഉണ്ട് 2 into lambda minus infinity of Cl minus. അപ്പൊ അങ്ങനെയാണത് എടുക്കുക. സോ ലാംഡ പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ലാംഡ മൈനസ് ഇൻഫിനിറ്റി, അതിന്റെ കൂടെ നമ്പർ ഓഫ് അയോൺസുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ഇനി അവിടെയുള്ള നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് കിട്ടാവുന്ന ഒരു ചോദ്യമാണ് കോളറാഷസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. 3 അപ്ലിക്കേഷൻ ആണ്. ടു ഫൈൻഡ് ഔട്ട് ദി ലാംഡ എം ഇൻഫിനിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആൽഫ ഈക്വൽ ടു ലാംഡ എം സി ബൈ ലാംഡ എം ഇൻഫിനിറ്റി. ഇനി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ we can find out the dissociation constant. അതാണ് മൂന്നാമത്തെ അപ്ലിക്കേഷൻ. Ka equal to acid ആണെങ്കിൽ Ka, base ആണെങ്കിൽ Kb, K equal to C alpha square by 1 minus alpha. Alpha degree of dissociation ആണ്, C is the concentration. ഇനി ഈ കോളറാഷസ് ലോന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഷോർട്ട് കട്ട് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ Na പ്ലസിന്റെ ലാംഡ പ്ലസ് ഇൻഫിനിറ്റി തരും, Cl മൈനസിന് തരും, എന്നിട്ട് ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ 3 കോമ്പൗണ്ടിനെ തന്നിട്ട് നാലാമത്തതിന്റെ ലാംഡ എം ഇൻഫിനിറ്റി കാണാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫോർ എക്സാമ്പിൾ HCl തന്നിട്ടുണ്ട് ലാംഡ എം ഇൻഫിനിറ്റി x, then ലാംഡ എം ഇൻഫിനിറ്റി ഓഫ് NaCl തന്നിട്ടുണ്ട് y, ലാംഡ എം ഇൻഫിനിറ്റി ഓഫ് CH3COON തന്നിട്ടുണ്ട് z. വെറുതെ XYZ വാല്യൂ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഒരു ഡാറ്റ തന്നെ തരും പ്രോബ്ലത്തില്. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത് CH3COOH എത്ര എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒറ്റ ഷോർട്ട് കട്ട് ചെയ്ത് അറിയണ്ടു, ഒരു 10 സെക്കൻഡ് ഉത്തരം കിട്ടും. നോക്കിക്കോ, അതായത് ഇവിടെ നമുക്ക് CH3COOH സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? CH3COO മൈനസും H പ്ലസും ആണ്. അപ്പൊ ഈ CH3CO മൈനസ് ഏത് ഇക്വേഷനിലാണ് നോക്കുക? നമുക്കറിയാം ഇക്വേഷൻ 3യിലാണ്. ഇതിനെ 1 2 3 എന്ന് മാർക്ക് ചെയ്ത് ഇക്വേഷൻ 3യിലാണ് ആ ഡാറ്റ ഉള്ളത്. CH3CO മൈനസ് H പ്ലസ് ഇതിലാണ് നോക്കുക, അത് ഇവിടെയാണ് H പ്ലസ് ഉള്ളത്. അപ്പം ആ വാല്യൂസ് എപ്പോഴും ആഡ് ചെയ്യുക, ബാക്കിയുള്ളത് മൈനസ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? Z പ്ലസ് എക്സ് മൈനസ് വൈ. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ട അയോൺസ്, കോമ്പൗണ്ടിലുള്ള അയോൺസ് ഏത് ഇക്വേഷനാണ് നോക്കുക, ആ വാല്യൂസ് ആഡ് ചെയ്യുക, ബാക്കിയുള്ളത് മൈനസ് ചെയ്യുക. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഉണ്ട്, ചെയ്ത് നോക്കണം. കോളറാഷസ് ലോ അപ്പൊ നോൺ ഫോക്കസ് ഏരിയയിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കമേഴ്ഷ്യൽ സെല്ലുകളെ കുറിച്ച് പറയുന്നത്. കമേഴ്ഷ്യൽ സെൽസ് 3 എണ്ണമാണ്: പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ ആൻഡ് ഫ്യൂവൽ സെൽ. അപ്പോൾ പ്രൈമറി സെൽ നോൺ ഫോക്കസ് ഏരിയ ആണ്. ദെൻ സെക്കൻഡറി സെല്ലും അതുപോലെ തന്നെ ഫ്യൂവൽ സെല്ലും ഫോക്കസ് ഏരിയയിൽ കൂടി വരുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക് കൂടി ഓർമ്മിക്കണം. പ്രൈമറി സെല്ല് 2 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. സെൽ ഇൻ വിച്ച് അല്ലെങ്കിൽ ദ സെൽ വിച്ച് കനോട്ട് ബി റീചാർജബിൾ, റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത്. 2 ടൈപ്പാണ്: ഡ്രൈ സെൽ ആൻഡ് ഓൾസോ മെർക്കുറി സെൽ. ഈ ഡ്രൈ സെല്ലില് ആനോഡീസ്, A for anode, anode is zinc, cathode is carbon rod surrounded by MnO2 and carbon, and electrolyte, E for electrolyte, and a paste of NH4Cl and ZnCl2. അതിൽ ഉണ്ടാകുന്ന EMF ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF 1.5 വോൾട്ട് ആണ്. അതിന്റെ ആനോഡിലും കാഥോഡിലും ഇക്വേഷൻ കൂടി നിങ്ങൾ റെഫർ ചെയ്യണം, അതുകൂടി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. എന്നാൽ നമ്മൾ മെർക്കുറി സെൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ആനോഡ് ഈസ് സിങ്ക് അമാൽഗം Zn bar Hg, മെർക്കുറിയുമായിട്ടുള്ള ഒരു പേസ്റ്റിനെയാണ് അമാൽഗം എന്ന് പറയാം. ദെൻ കാഥോഡ് ഈസ് എ പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ, ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് ZnO, സിങ്ക് ഓക്സൈഡ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF 1.35 വോൾട്ട് ആണ്. അപ്പൊ ഈ ഡ്രൈ സെല്ലിന്റെയും അതുപോലെ തന്നെ മെർക്കുറി സെല്ലിന്റെയും ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് കൂടി നിങ്ങൾ അവിടെ റെഫർ ചെയ്ത് വെക്കണം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ സെക്കൻഡറി സെല്ലാണ്. അതിന് എക്സാമ്പിൾ ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. ഓർമ്മിക്കണം, ലെഡ് സ്റ്റോറേജ് സെൽ. ആനോഡ് ഈസ് ലെഡ്, കാഥോഡ് ഈസ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് PbO2, ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് 38% H2SO4 ആണ് അവിടെ ഇലക്ട്രോലൈറ്റ്. അവിടെ നമുക്കറിയാം സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി റീചാർജബിൾ ആണ്, റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സെല്ലുകളെയാണ് സെക്കൻഡറി സെൽ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ആനോഡില് Pb plus SO4 2- gives PbSO4 plus 2 electron. കാഥോഡില് PbO2 plus SO4 2- plus 4H plus 2 electron gives PbSO4 plus 2H2O. Overall equation Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O.
അപ്പൊ ഇവിടെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഇനി വാട്ട് ആർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വൈൽ റീചാർജിങ്? അപ്പൊ അത് ഓർമ്മിക്കാനുള്ള ഷോർട്ട് ഇത് നിങ്ങൾ പഠിക്കണ്ടു, ഇത് പഠിക്കണം, ഫോക്കസ് ഏരിയയിലും കൂടി ഉള്ളതാണ്. അപ്പം നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ ആനോഡിലും കാഥോഡിലും എൻട്രൻസ് ക്വസ്റ്റൻ ഒക്കെ വരുന്നതാണ്. കാഥോഡിലും ഒക്കെ നടക്കുന്ന റിയാക്ഷൻസ് കിട്ടും. ഓവറോൾ ഇക്വേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വൈൽ റീചാർജിങ്. എന്നാൽ റീചാർജ് ചെയ്യുമ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? അത് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല, കാഥോഡിൽ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. നമുക്കറിയാം ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. PbSO4 + 2H2O gives PbO2 + SO4 2- + 4H + 2 ഇലക്ട്രോൺ എന്ന് കിട്ടും. ഇനി ഇവിടെ ആനോഡിൽ നടക്കുന്ന റിവേഴ്സ് ആണ്, കാഥോഡിൽ നടക്കുക, റിഡക്ഷൻ ആയിട്ട് നടക്കുക. അപ്പൊ അതുകൂടി അവിടെ ഓർമ്മിക്കണം. ദെൻ നമ്മൾ പോകുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലില് നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഡയഗ്രാം ഓർമ്മിക്കുക. ഒരു 3 കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ചേംബർ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള H2 പാസ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലുള്ള O2 പാസ് ചെയ്യുന്നു. ഇവിടെ 2 ഇലക്ട്രോഡ് പോറസ് കാർബൺ ആണ്. പോറസ് മീൻസ് സ്മോൾ ഹോൾസ് ഉള്ള കാർബൺ ഇലക്ട്രോഡ് ആണ്. ഇവിടെ ഉള്ളത് ഇലക്ട്രോലൈറ്റ് എക്വസ് NaOH or KOH ആണ്. അപ്പൊ ഇവിടെ ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നത് ആനോഡില് 2H2 + 4OH- gives 4H2O + 4 ഇലക്ട്രോൺ. കാഥോഡില് O2 + 2H2O + 4 ഇലക്ട്രോൺ gives 4OH-. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ നമ്പർ എടുത്തിട്ടുള്ളത്. ദെൻ 2H2 + O2 gives 2H2O. സാധാരണ നമ്മൾ വാട്ടറിന്റെ ഫോർമേഷൻ ആണ്. അതായത് ഇലക്ട്രോൺ ഈ ഗ്യാസസ് മിക്സ് ചെയ്തിട്ട് അവിടെ നമ്മൾ വാട്ടർ ഉണ്ടാവുന്നു, ഹൈഡ്രജൻ ഓക്സിജനും. അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതും ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ തന്നെയാണ്. അപ്പോൾ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഈ റിയാക്ഷൻസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഒപ്പം വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ? അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് പറയാം. ഫ്യൂവൽസ് ആർ ഈസിലി അവൈലബിൾ, ലെസ് പൊല്യൂഷൻ പ്രോബ്ലം. രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? പൊല്യൂഷൻ വളരെ കുറവാണ് ഈ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ. മറ്റൊന്ന് ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ്. ഈ ഇലക്ട്രോഡുകൾ നേരത്തെ സിങ്ക് ആണെങ്കിൽ സിങ്ക് റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്, ഇവിടെ കാർബൺ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഇലക്ട്രോഡ്സ് ആർ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. then efficiency is high. നാലാമത്തെ പോയിന്റ്, എഫിഷ്യൻസി വളരെ കൂടുതൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് fuel cell? And the last topic of the chapter, that is about the corrosion. എന്താണ് corrosion എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് പറയുന്നത്. It is the destruction of a metal, damage of a metal by the action of environment. എൻവയോൺമെന്റിന്റെ ആക്ഷൻ കൊണ്ട് ഒരു മെറ്റൽ ഉണ്ടാവുന്ന നാശനത്തെയാണ് നമ്മൾ corrosion എന്ന് പറയുന്ന. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പഠിക്കുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. അയൺ ഇരുമ്പ് തുരുമ്പ് പിടിക്കുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ ആണ്. അതിന്റെ നമുക്കറിയാം കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ് ഈസ് Fe2O3.XH2O എന്നാണ്. Fe2O3.XH2O റസ്റ്റിന്റെ കെമിക്കൽ ഫോർമുല. ദെൻ ഹൗ ടു പ്രിവെന്റ് റസ്റ്റിംഗ് എന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ബൈ അപ്ലൈങ് പെയിന്റ്, ഓയിൽ, ഗ്രീസ്, വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ബാരിയർ പ്രൊട്ടക്ഷൻ. മറ്റൊന്ന് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. ഒരു മെറ്റലിന് വേണ്ടി മറ്റൊരു മെറ്റൽ സാക്രിഫൈസ് ചെയ്യുക. അവിടെ ഓർമ്മിക്കണം, റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിലുള്ള മെറ്റൽ വെച്ചിട്ട് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അയണിന്റെ ടോപ്പിലുള്ള സിങ്ക് പോലെയുള്ള മെറ്റൽ വെച്ച് കോട്ട് ചെയ്യാം. കോൾഡ് ഗാൽവനൈസേഷൻ. സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് മൂന്നാമത്തെ മെത്തേഡ് കാഥോഡിക് പ്രൊട്ടക്ഷൻ ആണ്. അയണിനെ കാഥോഡാക്കി മാറ്റുക. അയൺ ആനോഡായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ ഈ കാഥോഡാക്കണമെങ്കിൽ ഇതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യം പോലെയുള്ള മെറ്റല് അണ്ടർലൈങ് അയൺ പൈപ്സ്, കടലിനടിയിലൊക്കെ പോകുന്ന അയൺ പൈപ്സ് ഒക്കെ കവർ ചെയ്യുന്ന കാഥോഡിക് പ്രൊട്ടക്ഷൻ വഴിയാണ്. മെഗ്നീഷ്യം വെച്ചിട്ട് നമുക്ക് അതിനെ കവർ ചെയ്യാം. മറ്റൊന്ന് ആന്റി റസ്റ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ആൽക്കലൈൻ ക്രോമേറ്റ് പോലെയുള്ള നമുക്ക് ആന്റി റസ്റ്റ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാം. അപ്പം പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ അവിടെ നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ടോപ്പിക് ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഉൾപ്പെടെ മുഴുവൻ ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ് കാണുക. അപ്പോൾ ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം. അത് ആ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ നോട്ട് നോക്കിയിട്ട് അതിന്റെ പ്രോബ്ലംസും കൂടി ചെയ്ത് പഠിച്ചാൽ മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമന്റ്സിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ.